ക്രൂശിതന്റെ സ്വരം ഹൃദയത്തിൽ ശ്രവിച്ച് ദൈവരാജവയലിലേക്ക് ചുവടുകൾ വയ്ക്കുന്ന ജീവിതങ്ങൾ, ദൈവവിളിയുടെ ആർദ്രമായ പങ്കുവയ്ക്കലുകൾ. ഇത് കൊച്ചി രൂപതയിലെ സാന്താക്രൂസ് ബസിലിക്കയിലെ അസിസ്റ്റന്റ് വികാരിയും ആശ്രയ കൗൺസിലിംഗ് സെന്ററിന്റെ ഡയറക്ടറും പെരുമ്പടപ്പ് ഫാത്തിമ ഹോസ്പിറ്റലിലെ സൈക്കോ ട്രോമ കെയർ സെന്ററിന്റെ ഡയറക്ടറുമായ ഫാദർ ചിൽട്ടൺ ജോർജ് ഫെർണാണ്ടസ്. മാനസികമായി ഏറെ സങ്കീർണതകൾ അനുഭവിക്കുന്നവർക്കായി ചികിത്സയോടൊപ്പം തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ സ്നേഹവും ഉൾച്ചേർത്ത് നൽകുന്ന സൈക്കോളജിസ്റ്റായ ചിൽട്ടനച്ചൻ തന്നെ വഴി നടത്തുന്ന ദൈവസ്നേഹവും ശുശ്രൂഷാ അനുഭവങ്ങളും നമ്മോട് പങ്കുവയ്ക്കുന്നു. അൾത്താരയിലെ ദിവ്യബലിയിൽ നിന്ന് ശക്തി സ്വീകരിച്ച് അനേകർക്ക് നന്മ ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്ന സമർപ്പിത ജീവിതങ്ങളെ പരിചയപ്പെടുന്ന ഡിവൈൻ കോളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൊച്ചി രൂപതയിലെ വൈദികനും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ചിൽട്ടൺ അച്ഛനാണ്. അച്ഛ, ഏറെ സ്നേഹത്തോടെ അച്ഛനെ ഡിവൈൻ കോളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് കെവിൻ. അച്ഛ, അച്ഛൻ്റെ വിശേഷങ്ങളിലേക്കും അച്ഛൻ ചെയ്യുന്ന സേവനങ്ങളിലേക്കും ഒക്കെ കടന്നു വരുന്നതിന് മുൻപ് അച്ഛനൊന്ന് പേഴ്സണലി പരിചയപ്പെടുത്താമോ? അച്ഛൻ ഇപ്പോൾ ആയിരിക്കുന്ന മേഖലകളെ പറ്റിയൊക്കെ. ഞാനിപ്പോൾ ഞങ്ങളുടെ കത്തീഡ്രലിൽ സാന്റാക്രൂസ് കത്തീഡ്രൽ ബസിലിക്കയുടെ അസിസ്റ്റൻറ്റ് വികാറാണ് കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് നാട്ടിൽ കിട്ടിയ അപ്പോയിൻമെൻറ്റ് ഞങ്ങളുടെ കൗൺസിലിംഗ് സെൻറ്ററിൻ്റെ ഡയറക്ടറായിട്ടാണ്. ആശ്രയം എന്നാണ് അതിൻ്റെ പേര്. കൂടാതെ എൻ്റെ സ്പെഷ്യലൈസേഷൻ ട്രോമ മാനേജ്മെൻറ്റിലായതുകൊണ്ട് ഞങ്ങളുടെ ഫാത്തിമ പെരുമ്പടപ്പ് ഹോസ്പിറ്റലിൽ ഒരു സൈക്കോ ട്രോമ കെയർ ഉണ്ട്. അപ്പോൾ ഞാൻ പകൽ സമയം ഈ സൈക്കോ ട്രോമ കെയർ സെൻറ്ററിലും അതുപോലെ കൗൺസിലിംഗ് വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ SRCയുടെ. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇൻചാർജുമാണ്. പകൽ സമയം സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട് മാനസികമായി ബുദ്ധിമുട്ടുന്നവരുടെ ഇടയിൽ സേവനം ചെയ്യുന്നു. രാവിലെയും വൈകുന്നേരവും ഇടവകയിൽ സഹായവും ചെയ്യുന്നു. അച്ഛൻ കൊച്ചി രൂപതയിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ രൂപതയിലെ ഒരു വൈദികനാണ്. തീരദേശ മേഖലയിലേക്ക് റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ്. അച്ഛൻ്റെ കുടുംബത്തെ പറ്റി, ചെറുപ്പകാലത്തെ പറ്റിയൊക്കെ ഒന്ന് പറയുമോ? ഞങ്ങൾ എന്താ പറയുക, ഇവിടെ വന്ന് ചേർന്ന ആളുകളാണ്. അതുകൊണ്ടാണ് പേരിൽ ഫെർണാണ്ടസ് എന്നുള്ളത്. പോർച്ചുഗീസ് ബാക്ക്ഗ്രൗണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങളുടെ ഫാമിലി ട്രീ ഒക്കെ ഉണ്ടാക്കുമ്പോൾ 17-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗലിൽ നിന്ന് ഇവിടെ കപ്പൽ നിർമ്മാണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്ന ഫാമിലിയുടെ ഒരു ഭാഗമാണ് ഞാൻ. ഞങ്ങളുടെ 4 തലമുറകളാണ് ഇന്ത്യയിലുള്ളത്. ചെറിയ സമൂഹമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കത്തീഡ്രലായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊരു 120ഓളം ഈ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ. വീട്ടിൽ ഡാഡി, മമ്മി, പിന്നെ എനിക്കൊരു ചേട്ടനുണ്ട്, മരിച്ചുപോയി, ഫാബിയൻ, അനിയൻ റെന്നി, ഭാര്യ, അവൻ്റെ 2 കുട്ടികൾ. അപ്പോൾ ഇതാണ് ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ഫോർട്ട് കൊച്ചിയിലാണ് ജനിച്ചതും വളർന്നതും. മാമോദീസ മുങ്ങിയതും കുർബാന സ്വീകരിച്ചതും എല്ലാം ഞാനിപ്പോൾ സേവനം ചെയ്യുന്ന പള്ളിയിൽ തന്നെ. അപ്പോൾ എൻ്റെ ആളുകളുടെ ഇടയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ എനിക്ക് സാധിച്ചു. ഇപ്പോൾ താമസിക്കുന്നത് തൊട്ടടുത്തുള്ള ഇടവകയിലാണ്. എൻ്റെ കുടുംബം, ഡാഡി, മമ്മിയും അനിയനും താമസിക്കുന്ന അസ്രത്ത് ഹോളി ഫാമിലി ചേർച്ചാണ്. ഓർഡിനേഷനൊക്കെ നടന്നത് അവിടെ വെച്ചാണ്. ഓക്കെ അച്ഛാ, അച്ഛൻ്റെ ആയിട്ടുള്ള വ്യക്തിപരമായ സംഭാഷണം അച്ഛൻ പറഞ്ഞു. അച്ഛൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടോ +2 കഴിഞ്ഞിട്ടോ ഒന്നും സെമിനാരി ചേർന്ന ഒരാളല്ല, മറിച്ച് ഡിഗ്രി പഠനമൊക്കെ നടത്തിയ ഒരാളാണ്. ആ ഒരു അനുഭവത്തെ പറ്റി, എന്തുകൊണ്ടാണ് ഒരു സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് വൈദികനാകാനുള്ള തീരുമാനത്തിലെത്താത്തത്? ഒപ്പം അച്ഛൻ്റെ, എനിക്ക് തോന്നുന്നു, ഡിഗ്രി പഠന സമയത്താണ് അച്ഛൻ GC യൂത്ത് മൂവ്മെന്റിലേക്ക് വരുന്നത്. അതിനുശേഷം അച്ഛൻ ഫുൾ ടൈമറായി. അപ്പോൾ ആ കാര്യങ്ങളെ പറ്റിയൊക്കെ, GC യൂത്ത് പ്രസ്ഥാനമൊക്കെ അച്ഛനെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്, ഫുൾ ടൈമർഷിപ്പിന്റെ ഒരു സ്വാധീനമൊക്കെ? എനിക്ക് ഒരു കോളേജ് സമയം തൊട്ട് തന്നെ ഒരു മനസ്സിലുള്ള ചിന്ത ഇതായിരുന്നു, ഏറ്റവും ബെസ്റ്റായിട്ട് ജീവിക്കണം. അപ്പോൾ എന്നെക്കൊണ്ടാവുന്ന കാര്യങ്ങൾ ബെസ്റ്റായിട്ട് ചെയ്യണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പല അന്വേഷണങ്ങളും ഉണ്ട്. അങ്ങനെയാണ് ജീസസ് യൂത്തിലെ കൂട്ടുകാരായിട്ട് ഞാൻ അടുപ്പം വരുന്നത്. അതിൽ പ്രത്യേകിച്ച് എൻ്റെ ക്ലാസ്സിലെ ഒരു കൂട്ടുകാരൻ, അവൻ വഴിയാണ് ഞാൻ ജീസസ് യൂത്തിനെ കുറിച്ച് അറിയുന്നത്.
പക്ഷേ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഫോർട്ട് കൊച്ചിയിൽ ജനിച്ചു വളർന്ന ഒരല്പം 10 രൂപ ഉണ്ടെങ്കിൽ 100 രൂപയുടെ ചിലവാക്കുന്ന ഇത്തിരി ഒച്ചയും ബഹളവും ഇരിപ്പുറയ്ക്കാത്ത ആളുമാണ് ഞാൻ ആ കാലഘട്ടത്തിൽ. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്നെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ, എന്നെ കണ്ടെത്താനൊരു സ്പേസ് വന്നത് ഈ കൂട്ടുകാരനിലൂടെയാണ്. അപ്പോൾ മാമോദീസ സ്വീകരിച്ച ഒരു ക്രിസ്ത്യാനിയാണ്, ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന ഒരാളാണ്. അതിലും ഉപരി ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെയാണ് ഞാൻ ഈ ജീസസ് യൂത്തായിട്ട് അടുക്കുന്നത്. പക്ഷേ അതിനു മുമ്പേ ഉള്ള ഒരു കാര്യം, എൻ്റെ ജീവിതം യുണീക്കാണ് എന്നൊരു ഒരു ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവാനുഗ്രഹത്താൽ അധികം പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടിയില്ല. കാരണം ഇന്ന് ഫോർട്ട് കൊച്ചി റെഡ് ഫ്ലാഗ് ഏരിയയാണ്. എറണാകുളം കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ കഞ്ചാവും മയക്കുമരുന്നും വിൽക്കുന്ന ഇന്ത്യയിലെ സ്ഥലം, ഹോട്ട്സ്പോട്ടാണ്. അവിടെ നിന്നാണ് ഒരു ദൈവവിളി ആ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ബെസ്റ്റ് ആകണം, എൻ്റെ ലൈഫ് യുണീക്കാണ്, അപ്പോൾ അധികം ടേക്കില്ല, ഒറ്റ നാടകമാണ്, നമുക്ക് സിനിമ പോലെ ഷൂട്ട് ചെയ്ത് വീണ്ടും വീണ്ടും റീടേക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നോക്കി വേണം ഓരോ ഡിസിഷൻസ്. അതുകൊണ്ട് ആ യൂത്തിൻ്റേതായ പുകവലി, വീക്കെൻഡ് പാർട്ടീസ് അതെല്ലാം കുറക്കാനും അതിലൊന്നും കാര്യമില്ല. അതിലും ബെസ്റ്റായിട്ട് എന്തോ ആനന്ദമുണ്ട്. അപ്പോൾ എന്താണ് ഈ കൂട്ടുകാരെ ഇത്രയും ആനന്ദിപ്പിക്കുന്നത് എന്താണ്? പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഓർക്കുന്ന എൻ്റെ ആദ്യത്തെ അനുഭവം ഈ കൂട്ടുകാരനായിട്ട് ഒന്ന് കൈ ഓർക്കേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലുള്ളവർ നമുക്ക് വെളി മൈതാനത്ത് വെച്ച് കാണാമെന്ന് പറയും. അപ്പോൾ ഒരു സീറ്റിന് ആയിട്ടുള്ളൊരു തർക്കമാണ്. അപ്പോൾ ഇവൻ ചിരിച്ചുകൊണ്ട് നിന്നു. ഞാൻ ഓർത്ത് ഇവൻ ഒന്നെങ്കിൽ പൊട്ടനായിരിക്കും, അല്ലെങ്കിൽ ചെവി കേൾക്കുന്നില്ല. പിന്നെയാണ് മനസ്സിലാകുന്നത് അവൻ ജീസസ് യൂത്തിലെ ക്യാമ്പസിലെ കോർഡിനേറ്ററാണ്. അവൻ ചിരിച്ചതിന് പിന്നിൽ ഒരാളുണ്ട്. ഒരു തത്വമല്ല, അല്ലെങ്കിൽ അവൻ്റെ ഒരു ഓർത്തഡോക്സ് ചിന്താഗതിയല്ല, അല്ലെങ്കിൽ അവൻ കണ്ണടച്ചതാക്കുന്നതല്ല. അവൻ ആരോ കണ്ടുമുട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഒരു ഫേസ് ഉണ്ട്, ഒരു ഹിസ്റ്റോറിക് പേഴ്സണാണ്. അത് ജീസസ് ആണെന്ന് മനസ്സിലായപ്പോൾ എനിക്കൊരു വിറവലുണ്ടായി. ഞാൻ വിചാരിച്ചത് കഥയായിരിക്കാം, ഇല്ലെങ്കിൽ അച്ഛന്മാർ മാത്രം ചെയ്യുന്നൊരു കാര്യമായിരിക്കാം. പക്ഷെ ഇവൻ പ്രാർത്ഥിക്കുന്നത് ഇവിടെ ആള് പ്രസൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. അതൊക്കെ എനിക്ക് ഇന്നും ഒരു രോമാഞ്ചമാണ്, ഒരു വിറവലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആ വിറവിൽ നിന്നാണ് പയ്യെ ഓരോ സ്റ്റെപ്പിലേക്കും മുന്നോട്ട് പോണത്. അപ്പോൾ കോളേജ്, സെൻറ്റ് ആൽബർട്ട്സ് കോളേജ് അന്നത്തെ സമയം ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ഞാൻ കോളേജ് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സമരം നമ്മളുടെ ഇന്നത്തെ സ്റ്റേഡിയം ഞങ്ങളുടെ ഗ്രൗണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കളിക്കാൻ സ്ഥലമില്ല ആൽബർട്ട്സ് കോളേജിലെ കുട്ടികൾക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ ബസ്സൊക്കെ തടഞ്ഞു നിർത്തി ആ റോട്ടിൽ, കോളേജിൻ്റെ റോട്ടിൽ ഫുട്ബോൾ കളിച്ചുള്ള സമരമാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി യേശുവിനെ കണ്ടുമുട്ടുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കാം? ഞാൻ കണ്ടുമുട്ടിയത് കൂട്ടുകാരിലൂടെയാണ്. ഈ കൂട്ടുകാരനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഞാൻ സ്വന്തമായിട്ട് ബൈബിൾ മേടിച്ചത്. കാരണം ഇവരുടെ എല്ലാവരെയും ഒരു പോക്കറ്റ് ബൈബിൾ ഉണ്ടാവും. എന്താണ്, ഇടയ്ക്കിട്ട് ക്ലാസ്സിനിടയ്ക്ക് ഇവർ നോക്കും, വെക്കും, കണ്ണടച്ചിരിക്കും. അപ്പോൾ എൻ്റെ മറ്റു കൂട്ടുകാരിൽ നിന്ന് ഇവർ വ്യത്യസ്തരാണ്. ഇവർക്കാണെങ്കിൽ എപ്പോഴും ഒരു പ്ലസൻറ്റ് ഇതുണ്ട്, ഒരു സൗമ്യത, സംസാരത്തിലൊരു റിതം തന്നെ വ്യത്യാസം. അപ്പോൾ അതെന്നെ ആകർഷിച്ചു. അവിടെ നിന്നാണ് ഇതെന്താണ് ഇവന്മാരുടെയിലുള്ള ഗുട്ടൻസ് എന്നറിഞ്ഞ് പയ്യെയാണ് എൻ്റെ യാത്ര ആരംഭിക്കുന്നത്. അങ്ങനെ അച്ഛൻ ജീസസ് യൂത്ത് മൂവ്മെന്റ് പാർട്ടായി. ശേഷം ഫുൾ ടൈമർഷിപ്പിലേക്ക് അതും ചെന്ന് പെടുകയാണ്. തീരുമാനിച്ചിട്ടൊന്നുമില്ല. കാരണം ആ സമയത്ത് എനിക്ക് ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാത്തിലും ബെസ്റ്റ് ആകാൻ ശ്രമിച്ചു, പഠനം ഉൾപ്പെടെ. പക്ഷെ ആ സമയത്തൊരു കുറച്ചും ചലഞ്ചിങ് വന്നു. ഞാൻ NCCയുടെ സെലക്ഷനായിട്ട് ഈ റിപ്പബ്ലിക് ഡേ പരേഡിൻ്റെ ക്യാമ്പിൽ കയറി. അങ്ങനെ കുറച്ച് മാസങ്ങളൊക്കെ അവിടെ പോയി. ബെസ്റ്റ് കാഡറ്റിൻ്റെ ഇത് എനിക്ക് എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ കിട്ടി, അല്ലെങ്കിൽ ബെസ്റ്റ് ഫയറർ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്ക് പോകണം, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി ചെന്നൈയിലേക്ക്. അതിനെല്ലാം റെഡിയായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ കാർഗിൽ യുദ്ധവും ബാക്കിൽ വന്നു. 2000 സമയമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കണേ, ഞാൻ റെഡിയാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ. പക്ഷെ എന്തിനു കൊടുക്കണം, എന്തിനു വേണ്ടി ഞാൻ കൊടുക്കണം? അപ്പോൾ ഒരു ചാഞ്ചാട്ടമായി. ആർമി ഡയറക്റ്റ് ഷോർട്ട് സർവീസ് കമ്മീഷൻ്റെ 5 ഇയേഴ്സിൻ്റെ എൻട്രി ഉണ്ട്. ഓഫീസറായിട്ടും ശമ്പളത്തോടെയും കയറാം. നമുക്കൊരു സൈഡ് എൻട്രി ഉണ്ട്, NCC ഉള്ളതുകൊണ്ട്. അപ്പോൾ ഒന്ന് പയ്യെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത്, ഇനി ദൈവത്തിന് എന്നെക്കുറിച്ച് സ്വപ്നം ഉണ്ടെങ്കിലാണ്. കാരണം ആ സമയത്ത് ജീസസ് യൂത്ത് അവിടെ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്തി.
അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു ഇറ്റാലിയൻ പടം കണ്ട് മനസ്സിലാകണമെന്നാണ്, മറ്റേ ബ്രദേഴ്സ് ആൻഡ് ഫ്രാൻസിസിയുടെ. അപ്പോൾ ഞാൻ അതിലെ സീനൊക്കെ കണ്ട് നിൽക്കുകയാണ്, ഫ്രാൻസിസ് കൈയൊക്കെ നീട്ടിയിട്ട് ഞാൻ ഇനി ദൈവത്തിൻ്റെതാണെന്നൊക്കെ പറഞ്ഞ് സമ്മതിക്കണം, വട്ടായിരിക്കും അല്ലേ എന്ന് വിചാരിക്കണം. അപ്പോൾ ആ സിനിമയും എന്നിലുണ്ടായ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ്. അതുപോലെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ഫിലിം ബെനീഞ്ഞിട, അപ്പോൾ അതും ഈ ഓഷ്വിറ്റ്സ് ജയിലിലെ കഥ. അപ്പോൾ അയാൾ ഭയങ്കര സഫറൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന കാണിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ദർ ഇസ് സംതിങ് മോർ ടു മൈ ഹാർട്ട്, സംതിങ് മോർ. അതിൻ്റെ കൂടെ തന്നെ വേൾഡ് യൂത്ത് ഡേയുടെ 2000 ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ജോൺ പോൾ മാർപ്പാപ്പ ആഹ്വാനം ചെയ്യണതാണ്, യങ് ഫ്രണ്ട്സ് യു ആർ കോൾഡ് ടു ബി ദ സെയിൻസ് ഓഫ് ടുമോറോ. അപ്പം തന്നെ അടുത്ത് നമുക്ക് പറ്റുമോ ഈ കാര്യം, നമുക്ക് പറ്റുമോ എന്നുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങൾ, വൺ സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ട്രൈ ചെയ്യാം, ഒരു കൊല്ലമല്ലേ നഷ്ടപ്പെടുള്ളൂ, വേറെ ഒന്നും പോകാൻ പോകണില്ല, നേട്ടമല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഫുൾ ടൈം ഷിപ്പിലേക്ക് എടുത്ത് ചാടുന്നു ഇൻഡോറിൽ. അപ്പോൾ ജീസസ് യൂത്ത് അവിടെ ആരുമില്ല, നമ്മൾ നേരെ അങ്ങോട്ടേക്ക് ലോഞ്ച് ചെയ്യണതാണ്. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിലാണ് എൻ്റെ ദൈവാനുഭവം ഒളിഞ്ഞിടക്കുന്നത്. അവിടെ തൊട്ടുള്ള ഓരോ ദിവസവും ഞാൻ വിചാരിക്കുന്ന അൽത്താരയിലേക്കുള്ള ദൂരം കുറയുകയായിരുന്നു. കാരണം വെളുപ്പിന് എഴുന്നേറ്റ് ആരാധന മാത്രമേ ഉള്ളൂ, കാരണം വേറെ ജീസസ് യൂത്തോ പ്രയർ ഗ്രൂപ്പോ ഒന്നുമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഇന്നും എനിക്ക് കുളിർമ നൽകുന്ന അനുഭവം അവിടുത്തെ ആരാധനയാണ്. അപ്പോൾ ആരാധന എഴുന്നള്ളിച്ച് വെക്കുന്നത് തന്നെ മധ്യപ്രദേശാണ്. അപ്പോൾ ഉയർന്ന അൽത്താരകളിലല്ല, അവിടെ അൽത്താരെല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് താഴെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മളെല്ലാം താഴെ ഇരിക്കുന്നു. അപ്പോൾ ഈശോ എൻ്റെ അടുത്തിരിക്കുന്ന പോലെ. അപ്പോൾ നമുക്ക് ഒരാളുടെ അടുത്ത് ഇരിക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ചിലപ്പോൾ സിസ്റ്റേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ മാത്രമേ ഇരിക്കും അവിടെ ഉള്ളത്. അങ്ങനെ എനിക്ക് തോന്നുന്നു 1-2 മാസങ്ങൾ എനിക്ക് സമയം പോയതും അറിയില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ ഇന്നും തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ഒരു തുടക്കം ആ വെളുപ്പിനുള്ള ആരാധനയിൽ നിന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അച്ഛനെ സംസാരിച്ചെന്ന് കേട്ടപ്പോൾ ചുമ്മാ തോന്നിയത്, ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അച്ഛനെ ആദ്യം സ്വാധീനിച്ച അച്ഛൻ്റെ കൂട്ടുകാരനാണ്. മാർപ്പാപ്പ പോലും പറഞ്ഞിട്ടുണ്ട്, അതായത് നിങ്ങൾ തന്നെയും മറ്റുള്ളവർ വായിക്കുന്ന സുവിശേഷങ്ങളാകാം നിങ്ങളുടെ ജീവിതത്തെ സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. ഒരുപക്ഷെ അച്ഛൻ വായിച്ച സുവിശേഷം അച്ഛൻ്റെ ഫ്രണ്ടാകാം. അച്ഛനെ സ്വാധീനിച്ച സിനിമയെ പറ്റി പറഞ്ഞു, ഒരു വേൾഡ് യൂത്തിനെ പറ്റി പറഞ്ഞു. അറിയാൻ പറ്റില്ല, കാരണം ദൈവം ഒരാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് വഴി കൂടെയാണെന്ന് നമുക്കൊന്നും മനസ്സിലാക്കാൻ പോലും പറ്റില്ല. അച്ഛൻ പറഞ്ഞത് കൃത്യമാണ്, വ്യക്തമാണ്. അങ്ങനെ ഇൻഡോറിൽ വെച്ചാണ് എന്ന് തോന്നുന്നു അച്ഛന് ഒരു വൈദികനാകാനുള്ള ഒരു വിളി തിരിച്ചറിയുന്നത്. എങ്ങനെയാണ് അത് സംഭവിച്ചത് അച്ഛാ? അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്ന കണ്ട് അവിടുത്തെ ഒരു ഹൗസ് വിസിറ്റ് നടത്തുന്ന സിസ്റ്ററുണ്ട്, സിസ്റ്റർ സൂസി, MSMI സഭാംഗമാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇങ്ങനെ ഇരുന്നാൽ പോരാ, നമുക്ക് കുറച്ച് ഹൗസ് വിസിറ്റിംഗ് ഒക്കെ നടത്താം. അപ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്ററിൻ്റെ കൂടെ എങ്ങനെ വരും? സിസ്റ്റർ പറഞ്ഞു, എനിക്ക് 50 മേലെ വയസ്സുണ്ട്, നീ സൈക്കിളോട്ടും ഞാൻ നിൻ്റെ പുറകിരിക്കും. അപ്പോൾ സൈക്കിളോട്ടും. അപ്പോൾ ഈ കൊച്ചിയിൽ നിന്ന് വരുന്ന ആൾ അങ്ങനെ ഒരു ഒരു ക്ലോസ്നെസ്, അല്ലെങ്കിൽ നമ്മൾ സൈക്കിളിൽ ഒരു സിസ്റ്ററിനെ ഇരുത്തി പോകണമെന്നൊക്കെ ഇമാജിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സിസ്റ്ററിൻ്റെ ആ സ്പിരിറ്റാണ് എന്നെ പിടിച്ചാൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആദ്യത്തെ വീട് പോയി അത് തുറന്നിട്ടില്ല, അടുത്ത വീട്ടിൽ പോയപ്പോൾ ഒരു ടീച്ചറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നും എനിക്ക് ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്നുള്ള ഒരു ഫീല് കിട്ടുന്നത് അവരുടെ വിശ്വാസമാണ്. സിസ്റ്റർ അങ്ങോട്ട് അകത്ത് കയറിയിട്ട് പറഞ്ഞ്, ഇത് ഡിവൈൻ റിട്രീറ്റ് സെൻറ്റർ എന്ന് പറയുന്ന ബ്രദറാണെന്ന്. കാരണം ജീസസ് യൂത്ത് ആണെന്നും അല്ലെങ്കിൽ വോളണ്ടിയർ ആണെന്നും ഒന്നും ഒക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർക്ക് ഡിവൈൻ റിട്രീറ്റ് സെൻറ്റർ പോട്ടെ എന്നാണെന്ന്. അപ്പോൾ ഈസി വേ പോട്ടെ എന്നാണ്. ഉടനെ അവർ മുട്ടുകുത്തി അവിടെ. അപ്പോൾ ഞാനൊരു മറ്റേ ജുബയൊക്കെയാണ് ഇട്ടേക്കണം. അപ്പോൾ അവിടെ നിന്നുള്ള ബ്രദറാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സിസ്റ്റർ നോക്കി, എന്താ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ വളരെ മടിയോടെ അല്ലെങ്കിൽ ഭയത്തോടെയൊക്കെ കാണുന്നു. ഞാൻ എപ്പോഴും നോക്കും, ദൈവമേ നീ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ബൈബിളിലെ ഭാഗങ്ങളില്ലേ ഈശോ പറയണ, നിൻ്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിക്കണം, അപ്പോൾ ഞാൻ എന്തിന് തടസ്സം നിൽക്കണം. അപ്പോൾ ഈ ഒരു ചിന്തയാണ് മനസ്സിൽ വരണം. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, കണ്ണടച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ ഇവർക്ക് ക്യാൻസർ രോഗമാണ്, ബ്രസ്റ്റ് ക്യാൻസറാണ്, ഇവരുടെ വിശ്വാസം നീ കണ്ട ഈ വിശ്വാസം എന്നൊക്കെ മനസ്സിൽ പ്രാർത്ഥിക്കണേ. അപ്പോൾ പിന്നെ സിസ്റ്റർ വിട്ട് ഒച്ചത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു.
ഒച്ചത്തിൽ പ്രാർത്ഥിക്കാൻ മാത്രമല്ല, കൈ ഞാൻ അവരുടെ മേലെ വെക്കണം. ഞാൻ പറഞ്ഞു ഞാൻ വെക്കില്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ധ്യാനങ്ങളിലൊക്കെ അച്ഛന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല കൈ വെക്കാൻ പറയുന്ന പോലെയല്ലല്ലോ ഇവർ. അപ്പോൾ ഒരു ടീച്ചർ, അപ്പോൾ ഞാൻ അവിടെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, മോറൽ സയൻസും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടീച്ചറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ വിശ്വാസത്തോടെ കണ്ണടച്ച് നിൽക്കണുണ്ടപ്പോൾ ഞാൻ പറഞ്ഞ ദൈവം നീ എന്തെങ്കിലും ചെയ്തേ മതിയാവും. കൈകൾ ശരിക്കും ഞാൻ മുട്ടിയില്ല, പക്ഷേ അവരുടെ കണ്ണുനീരാണ് ഞാൻ പിന്നെ കാണുന്നത്. അവർ പറഞ്ഞ് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചതും എനിക്കൊരു അനുഭവമാണ്. അപ്പം ഞാൻ വിറച്ച് നിൽക്കണം, എന്താണ് സംഭവം എന്ന് അറിയാൻ പാടില്ല. ഏത് ഇംഗ്ലീഷിലാണോ ഹിന്ദിയാണോ പ്രാർത്ഥിച്ചത് ഒന്നും എനിക്കറിയാൻ പാടില്ല, എന്താ അവിടെ സംഭവിച്ചതെന്ന്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, വിശ്വാസമുള്ള ആൾ രക്ഷിക്കപ്പെടും. അപ്പോൾ എനിക്ക് വിശ്വാസം പോരാ എന്ന് എനിക്ക് മനസ്സിലായി. ഉടനെ ഞാൻ പറഞ്ഞു എന്നാൽ ഇനി അടുത്ത സ്റ്റെപ്പ് ഈ വിശ്വാസം എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ 2 തടസ്സമാണ് എനിക്ക് അവിടെ വരണം. ഒന്ന്, മദർ തെരേസ പറയുന്നുണ്ട് നീ പെൻസിലായാൽ മതി. ഞാൻ പറഞ്ഞു അത് ഓക്കെയാണ്, ഞാൻ റെഡിയാണ് അങ്ങോട്ടേക്ക്. പക്ഷെ എനിക്കിപ്പോൾ 21 വയസ്സായി, എൻ്റെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ വേറെയാണ്, എൻ്റെ ബലഹീനതകൾ എനിക്കറിയാം. അപ്പോൾ ക്യാൻ ഐ ബി എ ന്യൂ പേഴ്സൺ? അപ്പോൾ ഇത് വിശുദ്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ ആണ്. ഒരാളുടെ കൈ വെച്ച് പ്രാർത്ഥിക്കുക, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു. ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ. ദൈവമേ പെൻസിലാണെങ്കിലല്ല, ഈ പെൻസിൽ പോരെങ്കിലോ അല്ലേ, മൂർച്ചയില്ല. ഒത്തിരി പേര് അതിനെ പഴിക്കും, തെറ്റായ തീരുമാനമായിരുന്നു പറയും. ഒത്തിരി കോൺഫ്ലിക്റ്റ് ഉണ്ട്. അച്ഛനെ തന്നെ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്തത്? അപ്പോൾ ഒന്ന്, എനിക്ക് ഈ ഇസ് ഇറ്റ് പോസിബിൾ ദറ്റ് ഐ ക്യാൻ ബിക്കം എ ന്യൂ പേഴ്സൺ അല്ലേ, നീ വീണ്ടും ജനിക്കണം, ഒരു മരുഭൂമി അനുഭവം വേണം. അപ്പോൾ വീണ്ടും ആരാധനയിൽ കുറച്ചും കൂടി ഹൗസ് വിസിറ്റ് നടക്കുന്നുണ്ട്, ആരാധനയിൽ കുറച്ചും കൂടി ആഴപ്പെടാൻ തുടങ്ങി. വൈകുന്നേരവും കുറച്ച് സമയം ഇരിക്കും. അങ്ങനെ ഒരു വൈകുന്നേരം ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ദൈവം എനിക്കൊരു അടയാളം തന്നെ, നീ പുതിയതാക്കുമെന്ന് എനിക്കറിയാം. നിനക്ക് എൻ്റെ പാപങ്ങൾ അല്ലേ കടും ചുവപ്പാണെങ്കിലും വെണ്മയുള്ളതാക്കും. ആ സങ്കീർത്തനമൊക്കെ വായിക്കുന്നതാണ്. പക്ഷെ അത് എനിക്കൊരു എക്സ്പീരിയൻസ് വേണ്ടേ. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഉള്ളിലൊരു ഇൻസ്പിറേഷനാണ്. ഞങ്ങൾക്ക് ഈ പ്രാർത്ഥനാലയം മാവു എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് 3 വഴികളുള്ളൂ. അപ്പോൾ 2 വഴികൾ എനിക്കറിയാം. ഒരെണ്ണം മിലിറ്ററി ക്യാമ്പിലേക്ക് പോകണമെന്ന്, ഒരെണ്ണം ഈ സ്കൂളിലേക്ക് പോകണമെന്ന്. പിന്നെ ഒരു വഴിയുണ്ട്, അവിടെ ആകെ 2 വീടുകളേ ഉള്ളൂ ക്രിസ്ത്യൻസിൻ്റെ, വേറെ ഇങ്ങനെ തുറന്ന പ്രദേശമാണ്. സൈക്കിൾ അങ്ങോട്ട് ഓടിക്കുക എന്നുള്ളതാണ്. ലൈറ്റൊന്നും ഇല്ല, നേരെ സൈക്കിൾ ഓടിച്ചു. അപ്പോൾ ഈ വിളക്ക് വെച്ചേക്കണ ഒരു വീട്. അപ്പോൾ എനിക്കറിയാം ഇത് ക്രിസ്ത്യൻസിൻ്റെ വീടാണ്. അപ്പോൾ വണ്ടി അങ്ങോട്ട് പോകാനുള്ള ഒരു പ്രേരണ. ഈ ആരാധന സമയത്ത് ഞാൻ 6:30 ശേഷം ഒന്നും പുറത്തിറങ്ങാറില്ല. അവിടെ പോയി, അവിടെ ചെന്നു. അപ്പോൾ അവിടെ യൂത്തിൽ വരുന്ന പയ്യനാണ്, കൊയറിലൊക്കെ ഉള്ള പയ്യനാണ്. അപ്പോൾ എനിക്കറിയാം ഏകദേശം. അപ്പോൾ അമ്മ അവിടെ ഇരുന്ന് ഇങ്ങനെ തയ്ക്കുന്നുണ്ടോ, ഞാൻ ചോദിച്ചു മോനില്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു അവനുണ്ട്, അവൻ മുറിയിലുണ്ട്. മുറി പോയി തുറന്നപ്പോൾ അവൻ സ്റ്റൂളൊക്കെ ഇട്ട് കയറൊക്കെ ഇട്ട് റെഡിയായിരിക്കുകയാണ് ജീവിതം അവസാനിപ്പിക്കാൻ. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവന് ഓടി വന്നിട്ട് എന്നെ ഒറ്റ കെട്ടിപ്പിടുത്തോ. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ, ഇങ്ങനെയാണോ നീ എന്നെ അനുഭവം തരാൻ പോണെങ്കിൽ ഞാൻ തോറ്റു, ഈ കളിയിൽ ഞാൻ തോറ്റു. കാരണം ആരാധനയിൽ ഇരിക്കുന്നു, സൈക്കിൾ എടുക്കുക, ഞാൻ ഓടിക്കാത്ത വഴിയിലേക്ക് പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി തിരിക്കണം. അപ്പോൾ ഈ ക്രിസ്ത്യൻ വീട് അറിയാം, കയറിയാം. അവൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഒരു കൺഫർമേഷൻ പോലെ ഭയങ്കര കൺഫർമേഷനായിപ്പോയി. എനിക്ക് ഇന്നും കണ്ണു നിറയും. കാരണം അവനിങ്ങനെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട്, അവൻ അപ്പനില്ല, അമ്മയാണ് വളർത്തുന്നത്, റെയിൽവേയുടെ ഒരു ജോലിക്കാരനായിട്ടാണ്. ഇവനെന്താ സങ്കടമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അന്ന് ആദ്യമായിട്ട് ഞാൻ ഹിന്ദിയിൽ സംസാരിച്ചു. ഞാൻ കോളേജിൽ ഹിന്ദിയൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്, ഹിന്ദി സിനിമകളൊക്കെ കാണാറുണ്ട്. പക്ഷേ ഹിന്ദിയിൽ പ്രാർത്ഥന എത്തിക്കുക എന്നെ സംബന്ധിച്ച് ഞാൻ നാക്ക് തൊട്ട് നോക്കി. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ദൈവമേ, ഇത് നിനക്ക് സാധ്യമെങ്കിൽ ഞാൻ അടിയറവ് പറയണേ, നമുക്ക് തെറ്റുപറ്റി, ഇനി എൻ്റെ ബുദ്ധിയല്ല, നിനക്ക് ഒരു പ്രേരണ മൂലം ഒരാളുടെ ജീവൻ അല്ലെ സെക്കൻഡുകളിൽ കാര്യം ഇതാവും. അമ്മ കരച്ചിലായി, ഇവൻ കരച്ചിലായി, ഞാൻ ബൈബിൾ എടുത്ത് വെച്ചിട്ട് ഹിന്ദി വായിച്ച് പ്രാർത്ഥിക്കണേ. ഇറ്റ് ഈസ് അൺബിലീവബിൾ. പിന്നെ എനിക്ക് ക്വസ്റ്റ്യൻ ഇല്ലാതെ ഉള്ള രീതിയായിപ്പോയി. അച്ഛനെ പറഞ്ഞപ്പോഴേ 2 കാര്യം ഓർമ്മ വന്നു. ഒന്ന്, അവിടെ ആരംഭിച്ചു, അതുപോലെ ഒരുപാട് മനുഷ്യർക്ക് ജീവിതത്തിൽ ഇനി എന്തെന്ന ചോദ്യം വരുമ്പം അവിടെ ഒരു ഉത്തരം കൊടുക്കാൻ അവിടെ ഒരു ആശ്വാസമാണുള്ളവരാണ് ഓരോ വൈദികരും തോന്നുന്നു. അങ്ങനെ പിന്നീട് ഒരുപാട് പേരെ സഹായിക്കാൻ അച്ഛന് സാധിച്ചിട്ടുണ്ട്. ഒന്നത്. രണ്ടാമത്തേത്, അച്ഛൻ ഇന്നിൻ്റെ കാലത്തെ ഒരു പുരോഗതിനാണ്. അതായത് ഇന്നിൻ്റെ കാലത്തെ എല്ലാ സന്തോഷങ്ങളും അച്ഛൻ ആദ്യം തന്നെ പറഞ്ഞ ലോകത്തിൻ്റെതായ ഒത്തിരി സന്തോഷങ്ങളൊക്കെ
അതൊക്കെ എന്താണെന്ന് അറിയാവുന്ന വ്യക്തമായിട്ട് അത് കൺമുമ്പിൽ കണ്ട ആളാണ്. ഫോട്ടോ വെച്ച് പോലുള്ള സ്ഥലത്തു നിന്ന് വന്ന ആളാണ്. പക്ഷെ അതെല്ലാം ഉപേക്ഷിക്കാൻ ക്രിസ്തുവിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ ഈശോ കൂടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം വെറും, അത് പൗലോസ്ലീഹ പോലെ പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ വെറും ഉച്ചിഷ്ടം പോലെ കരുതാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കുന്നു പറഞ്ഞ പോലെ അങ്ങനെ കടന്നു വരാൻ ഇന്നിന്റെ സമൂഹത്തിനും അല്ലെ ഇന്നത്തെ യുവാക്കൾക്കും സാധിക്കും എന്നതിന്റെ ഉദാഹരണമാണ്. അനേകർക്കിടയിൽ നിന്നും തൻ്റെ വേലയ്ക്കായി പേര് ചൊല്ലി വിളിക്കുന്ന ദൈവസ്നേഹം, കാലഘട്ടത്തിൻ്റെ സ്വരം ശ്രവിച്ച് സേവനം ചെയ്യാൻ അഭിഷേകം ചെയ്യുന്ന ദൈവം. അതെ, ഓരോ ദൈവവിളിയും അതിൽ തന്നെ അമൂല്യമാണ്. ഇവരുടെ ഈ സമർപ്പണവും ചൈതന്യവുമാണ് തിരുസഭയുടെ സൗന്ദര്യമാകുന്നത്. അനേകർക്കായി മുറിയപ്പെടാൻ ഈ ജീവിതങ്ങളെ ദൈവം ഉപകരണമാക്കുന്നു. അച്ഛൻ്റെ ഒരു പരിശീലന കാലഘട്ടത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ എങ്ങനെയായിരുന്നു അച്ഛാ? അപ്പോൾ അവിടെ നിന്ന് നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ മിഷനറി അച്ഛനാണോ എന്നാണ് ആഗ്രഹം. വീട്ടിൽ പറഞ്ഞാൽ വട്ടാണെന്ന് പറയും. ഞാനപ്പോൾ ഓൾറെഡി എഴുതി. അപ്പോൾ മമ്മി പറഞ്ഞു, ഞങ്ങൾ ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കും, ചിലപ്പോൾ ആ കുടുംബത്തിലെ കുട്ടിയായിട്ട് നിൻ്റെ ആലോചിക്കാം. കാരണം ഞങ്ങൾ ഫെർണാണ്ടസും അല്ലെങ്കിൽ ഡിക്കോത്തോയ, ഗോമസ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു, നിന്നെ ആരെങ്കിലും തേച്ചിട്ട് പോയാ? അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പറ, എന്തെങ്കിലും പ്രശ്നം, വേറെ എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് സന്തോഷമുള്ളതുകൊണ്ടല്ലേ ഞാൻ അച്ഛനാകാൻ പോണത്. അപ്പോൾ അത് വീട്ടിൽ മനസ്സിലാകുന്നത് എന്തോ പ്രശ്നമുണ്ട് എനിക്കെന്നാണ്. കാരണം ഇതിനു മുമ്പ് അങ്ങനെയില്ല. ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടില്ല. ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ബൈബിളൊക്കെ വെച്ചിട്ടുണ്ട്, അവിടെ തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അസാധാരണ നടയിൽ തിരിയല്ലേ സാധാരണ വയ്ക്കുള്ളൂ. ഇത് ഞാൻ എൻ്റെ സ്റ്റഡി ടേബിൾ ഒരു തിരി, ഒരു കുരിശ്. അപ്പോൾ അതൊക്കെ അസാധാരണമായിട്ട് വീട്ടിൽ നോട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വീട്ടിൽ അനുവാദം കിട്ടില്ലെന്ന് അറിയാം. അപ്പോൾ വീട്ടിൽ ഇത് അവതരിപ്പിക്കാൻ പറ്റില്ല. ഒളിച്ചോട്ടവും പിന്നെ ഉള്ള ഒരു മാർഗം. അപ്പോൾ മുമ്പോട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ ചെയ്യും, പരീക്ഷ വരുമ്പോൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ അച്ഛൻ്റെ അനുഗ്രഹം പോയി മേടിക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വികാരി അച്ഛനില്ല, കൊച്ചച്ഛനുണ്ട് എൻ്റെ ഇടവകയിൽ. അപ്പോൾ കൊച്ചച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ്. അപ്പോൾ എന്താണ്, നാളെ ട്രെയിനാണ്, ഞാൻ വിടണേണ്, ദൈവം വിളിച്ചതുപോലെയൊക്കെയാണ് തോന്നണേന്ന് പറഞ്ഞത്. നിനക്ക് വട്ടാണ് ഒന്നാമത്തെ കാര്യം, ഇത്രയും ദൂരം ദൈവം വിളിക്കും. ഈ കൊച്ചിയിൽ കംഫർട്ടബിളായിട്ട് എന്തോരം ഫസ്റ്റ് ക്ലാസ് സെമിനാരീസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് അനുഭവം അവിടെയാണ് കൂടുതൽ. എനിക്ക് ഫ്രീഡം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് അവിടെയാണ്. ഓക്കെ, വീട്ടിൽ നിന്ന് അനുവാദം തന്നോന്ന് ചോദിച്ചാൽ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടില്ല. വീട്ടുകാരെ അനുഗ്രഹിച്ചില്ലെങ്കിൽ നിനക്ക് പോകാൻ പറ്റില്ല. അപ്പം ഞാനെന്നപ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു. വീട്ടിൽ അനുഗ്രഹം എന്ന് പറഞ്ഞ് ചെന്ന് ഉടനെ മുറിയിൽ പൂട്ടിയിട്ട്. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഭയങ്കര ബഹളമാണ്, നല്ല വഴക്ക് പറയുന്നുണ്ട്. ആൻഡ് പിന്നെ എനിക്ക് തോന്നുന്നു 2 ദിവസം കഴിഞ്ഞു, നമ്മൾ ട്രെയിനൊക്കെ പോയി. 2 ദിവസം കഴിഞ്ഞു ഒരു അങ്കിള് ഇൻ്റർവ്യൂ ചെയ്ത് സംസാരിക്കാൻ വന്നു. പിന്നെ എൻ്റെ 2 കൂട്ടുകാരത്തികൾ, നിങ്ങൾ ഓർക്കണം, എന്നെ അച്ഛനാക്കാൻ വേണ്ടി എൻ്റെ 2 കൂട്ടുകാരത്തികൾ ജീസസ് യൂത്തിൽ അരൂരിൽ 2 പേര് വന്നു. എല്ലാവരും പേര് പറയണില്ല. അപ്പോൾ അവർ വന്ന് നിൽക്കണേ, ആൻറ്റി മോൻ നല്ല സന്തോഷമൊക്കെ ഉണ്ട്, അത് നാട്ടുകാർക്കൊക്കെ കിട്ടണ്ടേ, അപ്പോൾ അവനെ വിടണം. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം, എന്നാൽ നിങ്ങൾ പോയി ചേരാൻ പാടില്ലേ? പറഞ്ഞ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ വിളിയില്ലല്ല. അപ്പോൾ ഞാൻ കൺഫ്യൂഷൻ, എന്നെ വിളിച്ചോ എന്നുള്ളത് ആണ്. പക്ഷെ എനിക്ക് ഇത്ര അറിയാം, ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ ആ ഹാപ്പിനെസ് ഞാൻ തടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഹാപ്പിനെസ് ഞാൻ കൊടുക്കണം. ദർ ഇസ് സംതിങ് വിച്ച് ഐ ക്യാൻ ഗിവ്, ഐ ഹാവ് സംതിങ് ടു ഗിവ് എന്നുള്ള. പിന്നെ സാവധാനം 1 മാസം കഴിഞ്ഞപ്പോൾ അനുവാദം കിട്ടിയത് ഇങ്ങനെയാണ്, കൊച്ചി രൂപതയിലേ ചേരാൻ പാടുള്ളൂ, ഞങ്ങൾക്ക് നിന്നെ കൺമുമ്പിൽ കാണണം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കൊച്ചി രൂപതയിലെ വൈദികനാണ്. അങ്ങനെ ഒരു മഴയുള്ളൊരു ദിവസം, ഇന്നത്തെ ഇൻ്റർവ്യൂ നടക്കുന്ന പോലെ നമ്മളുടെ നനഞ്ഞ ആപ്ലിക്കേഷൻ ഫോമായിട്ട് പോയി, ഡേറ്റ് കഴിഞ്ഞു പോയി, അത് കൊടുക്കുന്നു. അങ്ങനെ സെമിനാരി ജീവിതം ഫസ്റ്റ് ഇയർ ആരംഭിക്കുന്നു. ആരെനിക്കായി പോകും എന്ന ക്രിസ്തുവിൻ്റെ ചോദ്യത്തിന് ജീവിതം കൊണ്ട് ഉത്തരമാകുന്നവർ, ദൈവവിളിയുടെ മഹത്വമേറിയ സ്വരം ശ്രവിച്ച് ഇവർ ഏറ്റെടുക്കുന്ന ദൗത്യങ്ങളിൽ അതിനാൽ തന്നെ കർത്താവിൻ്റെ വലിയ സംരക്ഷണവും കരുതലും നാം ദർശിക്കുന്നു. അങ്ങനെ ലോകത്തിന് ദീപവും ഭൂമിയിൽ ഉപ്പുമായി ഈ ജീവിതങ്ങൾ ദൈവരാജ്യ വയലിലെ തളരാത്ത വേലക്കാരായി എന്നും പ്രശോഭിക്കുന്നു.
അച്ഛാ അങ്ങനെ വൈദിക പരിശീലനം ആരംഭിക്കുകയാണ്. എവിടേക്കായിരുന്നു അച്ഛൻ്റെ ഒരു ഫോർമേഷൻ? പ്രത്യേകിച്ച് റോമിലൊക്കെയുള്ള ഒരു ഫോർമേഷൻ ഉണ്ട്, അതിനെപ്പറ്റി പെട്ടെന്ന് പറയാമോ? അപ്പോൾ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഞാൻ ആദ്യം ചേരുന്നത് ഹോളി ക്രോസ് സ്റ്റഡി ഹൗസിലാണ്, കൊച്ചി രൂപതയുടെ ആലുവയിലുള്ള ഹൗസ്. അവിടെ നിന്ന് നേരിട്ട് പൂനെയിലേക്കാണ് പോകുന്നത്, പേപ്പൽ സെമിനാരി. നമ്മുടെ തത്വശാസ്ത്രം ഫോർമേഷനാണ്. എനിക്ക് തോന്നുന്നത് ഒരു എക്സ്പീരിയൻഷ്യൽ ലെവലിൽ നിന്ന്, സ്പിരിച്വാലിറ്റിയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു കരിസ്മാറ്റിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫിലോസഫിയിലേക്ക് പോകുന്ന ആ ഒരു ഷോക്ക്, ഒരു കുത്തിമറിച്ച് ഈശോ സഭ അച്ഛന്മാരുടെ ആ ഒരു ഇടിയും തട്ടലിലും എല്ലാം സർവൈവ് ചെയ്ത് അവിടെ നിന്നൊരു ബേസ്, ഒരു ഹ്യൂമൻ ഫോർമേഷൻ, എനിക്ക് ബേസും ഒരു ഇൻ്റലക്ച്വൽ ബാക്കപ്പും വന്നത് പൂനെ എന്നാണ്. അപ്പോൾ അതെനിക്ക് മറക്കാൻ പറ്റില്ല. ഞങ്ങൾ ഹോം ഓഫ് ലവ് എന്നാണ് അതിനെ പറയണത്. പക്ഷെ അത് വേദനയോടെയാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പോകുമ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ, ഒത്തിരി തർക്കങ്ങൾ. അപ്പോൾ തർക്കങ്ങളുടെ കാലഘട്ടമാണ്. അപ്പോൾ തർക്കിച്ചതും ക്ലാസ്സിന് പുറത്ത് നിന്നതും എല്ലാം ഞാൻ ഓർക്കുന്നു. കാരണം അതുള്ളത് കൊണ്ട് ഞാൻ ഇന്നുണ്ട്. ഇന്ന് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഞാൻ എവിടെ നിന്ന് ആരംഭിച്ചു എന്നും എവിടെയാണ് പ്ലാറ്റ്ഫോം എന്നും ഈശോ സഭ അച്ഛന്മാരുടെയാണ്. അവിടെ നിന്നാണ് ഈ കോളേജ് ഉർബാനോ, ദ പ്രൊപ്പഗാന്ത ഫീദയുടെ റോമിലേക്കുള്ള സ്കോളർഷിപ്പ് തിയോളജിക്കുള്ളത്. അത് ഇന്നത്തെ ഇവാഞ്ചലൈസേഷൻ ഓഫ് പീപ്പിൾസിൻ്റെ ആ കമ്മീഷൻ്റെ കോൺഗ്രേഷൻ്റെ അടിയിലാണ് വരുന്നത്. അതിൻ്റെ ലക്ഷ്യം ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇന്നുള്ള സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകൾ പോപ്പിൻ്റെ ഡയറക്റ്റ് ഫോർമേഷനിൽ വരികയാണ്. അപ്പോൾ എനിക്കിന്നും ഒരു ആനന്ദം നൽകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ യേശുവിനെ അറിയാൻ, അല്ലെങ്കിൽ ആ സന്തോഷം, ആനന്ദത്തിൻ്റെ അടുത്തേക്ക് ഒരു സ്റ്റെപ്പ് വെച്ചപ്പോൾ ഏറ്റവും എന്നെ വാർത്തെടുക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ നിലം ഉഴുത് മറിച്ച് ഒരു പിടി നല്ല ചോദ്യങ്ങളായിട്ടാണ് ഞാൻ വളർന്നത് ഫിലോസഫി കാലഘട്ടത്തിൽ. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ഉത്തരങ്ങൾ റോമിൽ തിയോളജിയിൽ കണ്ടെത്താൻ സാധിച്ചു. അത് എഴുതിയ ആൾക്കാർ, നമ്മളിവിടെ പഠിക്കുന്ന ഓത്തേഴ്സിന് നമുക്ക് അവിടെ നേരിട്ട് കാണാം അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ മർക്കോസിന് സുവിശേഷമാണ് ഏറ്റവും പഴയ റെക്കോർഡ്സ് ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് തൊടാൻ പാടില്ലെങ്കിൽ ഒന്ന് ഞാൻ തൊട്ട്, പൗലോസൊക്കെ പറഞ്ഞ പോലെ ഞാൻ തൊട്ടും അനുഭവിച്ചതാണ് ഞാൻ പറയാൻ പോണത്. അപ്പൊ ഒരു ചെറിയ അഹങ്കാരം ഇരിക്കട്ടെ. അങ്ങനെ വൈദിക പരിശീലനത്തിന്റെ നാളുകൾ പൂർത്തിയാക്കി അച്ഛൻ ഇപ്പോൾ ആയിരിക്കുന്ന ഫാത്തിമ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെയുള്ള അച്ഛൻ്റെ കഴിഞ്ഞ നാളുകളിലെ വൈദിക ജീവിതം ഏതൊക്കെ മേഖലയിലൂടെയാണെന്നും കൂടി ഒന്ന് പറയാമോ അച്ഛാ? അപ്പോൾ ഓർഡിനേഷൻ നടക്കുന്നത് 2008 അപ്പോൾ ഞാൻ ഈ പ്രൊപ്പഗാന്ത ഫീദയുടെ സ്കോളർഷിപ്പ് തീർന്നു. അടുത്തത് ഉള്ളത് സൈക്കോളജിയിലേക്കുള്ളൊരു യാത്രയാണ്. ഫിലോസഫിയാണ് എന്നുള്ള വിചാരത്തിൽ നിൽക്കുന്നു. അപ്പോൾ ബിഷപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ള ഒരു വിഷൻ രൂപതയ്ക്ക് അല്ലെങ്കിൽ കൊച്ചിക്ക് നമുക്ക് കുറച്ചും കൂടി മനഃശാസ്ത്രം അറിയുന്ന, മനുഷ്യരുടെ വേദന അറിയാൻ പറ്റുന്ന, ഇന്നത്തെ കാലഘട്ടത്തിൽ മനസ്സിലാക്കുന്ന വൈദികരെ നമുക്ക് വേണം. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ റോമിൽ തന്നെ സലീഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ 5 കൊല്ലത്തെ ഈ മാസ്റ്റേഴ്സ് ഇൻ ക്ലിനിക്കൽ സൈക്കോളജിയും കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ കോഴ്സിൽ ചേരുകയാണ്. വൈദികവട്ടം സ്വീകരിച്ചു. അവിടെ തന്നെ വൈദികനായിട്ട് തുടർന്നു. അവിടെ ഒരു പള്ളിയിൽ കൊച്ചച്ഛനായിട്ട്, അപ്പോൾ വർക്കിംഗ് പ്രീസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അവർ വൈദികവട്ടം സ്വീകരിച്ച ഉടനെ വീണ്ടും അവിടെ തന്നെയായിരുന്നു. ഞാൻ നാട്ടിൽ നിന്നില്ല, അവിടെ തന്നെ 5 വർഷം പഠനത്തിൽ ചെലവഴിച്ചു. അവിടെ നിന്നാണ് പിന്നീട് നാട്ടിലേക്ക് തിരിച്ച് 5 വർഷം മുമ്പ് വരുന്നതും ഇവിടുത്തെ ആശ്രയ എന്ന് പറഞ്ഞ കൗൺസിലിംഗ് സെൻറ്റർ 99 തുടങ്ങിയ ആശ്രയ കൗൺസിലിംഗ് സെൻറ്ററിൻ്റെ ഡയറക്ടറാകുന്നതും. പിന്നീട് ഫാത്തിമ ഹോസ്പിറ്റലിൽ എനിക്ക് തോന്നുന്നത് സൈക്കോ ട്രോമ കെയർ സെൻറ്റർ ആരംഭിക്കാൻ സാധിച്ചു. അത് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് പ്രൊജക്റ്റിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ സെൻറ്റർ തുടങ്ങുന്നത്. അങ്ങനെ നിലവിലിപ്പോൾ ഒത്തിരി മനുഷ്യരുടെ മനസ്സുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. അച്ഛൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്. പ്രത്യേകിച്ച് ഈ സൈക്കോളജിയുടെ മേഖലയിൽ അച്ഛൻ കടന്നുപോയ അനുഭവങ്ങൾ കേൾക്കാനുണ്ട്. എല്ലാം അടുത്ത എപ്പിസോഡിൽ വിശദമായി കാണാം. അതുവരേക്കും അച്ഛ നന്ദി. താങ്ക് യു. മാനസികമായി വേദനിക്കുന്ന, കണ്ണീരണിഞ്ഞ അനേകം ജീവിതങ്ങൾക്ക് ആശ്രയമായി ചിൽട്ടൻ അച്ഛൻ്റെ ജീവിതം ഇന്ന് മാറുന്നു. സൈക്കോളജിസ്റ്റും വൈദികനുമായ ഈ അച്ഛൻ്റെ ശുശ്രൂഷകൾ വഴി ജീവിതത്തിൽ ദിശാബോധം നഷ്ടപ്പെട്ട അനേകം മക്കൾക്ക് പുതിയ പ്രകാശം ലഭിക്കുന്നു. കേൾക്കാൻ ആരുമില്ലാത്തവർക്കും മനസ്സിന് ബലമില്ലാത്തവർക്കും ആശ്രയമായി ഈ വൈദികൻ മാറുന്നു. അതെ, തൻ്റെ ദൈവവിളി വഴി അനേകം മനുഷ്യർക്ക് പ്രത്യാശ നൽകുന്ന വിളക്കായി
ഈ ജീവിതം പ്രശോഭിക്കുന്നു. വിളവിൻ്റെ നാഥൻ വിളിക്കുന്നു നിന്നെ, വലയെറിഞ്ഞണയുക നിങ്ങൾ. വിളവേറെയാണു കതിർ കൊയ്തെടുത്തിടാൻ, വിശ്വസ്തരാവുക നിങ്ങൾ. തല ചായ്ക്കുവാനിടമില്ലാത്തവൻ ഞാൻ, തണലായി മാറുക നിങ്ങൾ. സുഖമേറെയേകില്ല ഈ വഴികളെങ്കിലും, ലഹരിയായി ഞാൻ നിന്നിലലിയും. കവചങ്ങളെല്ലാം വലിച്ചെറിയണം, നിമിഷ സുഖമല്ലിതു സത്യം. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ, സ്വയമഴിഞ്ഞിടുക നിങ്ങൾ. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ, സ്വയമഴിഞ്ഞിടുക നിങ്ങൾ.